ജമ്മു കാശ്മീർ വിഷയത്തിൽ പ്രകോപന പ്രസംഗവുമായി വീണ്ടും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ. വീണ്ടും ഇന്ത്യയെ ചൊടിപ്പിച്ച് ഒരു ആക്രമണത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസംഗവുമായി ഇദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഭീകരവാദത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് അസിം മുനീർ എന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഭീകരവാദത്തെ സമ്പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള പുതിയ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയൊരു ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായാൽ പാകിസ്ഥാൻ നാമാവശേഷമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ നടത്തി ഇനിയൊരു യുദ്ധമോ സംഘർഷമോ സൃഷ്ടിക്കാനാണ് സാധ്യതയെന്ന ചില വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരവാദമായി മുദ്രകുത്തുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടത്തെയാണെന്നും അസിം മുനീർ വ്യക്തമാക്കി. പോരാട്ടത്തിൽ കാശ്മീരിലെ ജനങ്ങളുടെ ഒപ്പം പാകിസ്ഥാൻ നിൽക്കുമെന്നും അസിം മുനീർ പറഞ്ഞു. കറാച്ചിയിലെ പാകിസ്ഥാൻ നാവികസേന അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിനിടെയായിരുന്നു അസിം മുനീറിന്റെ വിവാദ പ്രസ്താവന. ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായ മറുപടി നൽകുമെന്നും അസിം മുനീർ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടത്തെയാണ് ഇന്ത്യ തീവ്രവാദമായി ചിത്രീകരിച്ചിരിക്കുന്നത്. കാശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹത്തെ അടിച്ചമർത്താനും പരിഹാരത്തിന് പകരം സംഘർഷം അവസാനിപ്പിക്കാനും ശ്രമിക്കുന്നവർ ഈ പോരാട്ടത്തെ കൂടുതൽ പ്രസക്തമാക്കുകയാണ്. കാശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ പ്രകാരവും കാശ്മീർ വിഷയത്തിൽ ഒരൊറ്റ പ്രമേയം കൊണ്ടുവരണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നതെന്നും അസിം മുനീർ പറഞ്ഞു. കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ സിരയാണെന്നാണ് നേരത്തെ അസിം മുനീർ വിശേഷിപ്പിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രകോപന പ്രസംഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിലും ലഡാക്കുമെന്നും എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ അവിഭാജ്യമായി തുടരുമെന്ന് ഇന്ത്യ പലപ്പോഴായി പാകിസ്ഥാനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിനു ശേഷം പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചിരുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിനിടെ അസിം മുനീർ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം അവസാനിപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണിപ്പോൾ വീണ്ടും പ്രകോപന പ്രസംഗവുമായി പാക് സൈനിക മേധാവി രംഗത്തെത്തിയത്. അതേസമയം ഇന്ത്യ പ്രകോപനങ്ങളില്ലാതെ 2 തവണ പാകിസ്ഥാനെ ആക്രമിച്ചുവെന്ന് പാകിസ്ഥാൻ അസിം മുനീർ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയുടേത് വരുംവരായികൾ നോക്കാതെയുള്ള നടപടിയാണെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു. മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ മുനീർ ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ തക്കതായ തിരിച്ചടി നൽകുമെന്നും വ്യക്തമാക്കി. ശനിയാഴ്ച കറാച്ചിയിലെ പാകിസ്ഥാൻ നേവൽ അക്കാദമിയിൽ സംസാരിക്കുകയായിരുന്നു ജനറൽ മുനീർ. പ്രകോപനങ്ങളില്ലാത്ത ഇന്ത്യൻ സൈനിക നടപടികളോട് ഇസ്ലാമാബാദ് ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടെന്നും അവകാശപ്പെട്ടു. പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും പാകിസ്ഥാൻ സംയമനവും പക്വതയും പ്രകടിപ്പിച്ചു. സമാധാനത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുവെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തീവ്രവാദം ഇല്ലാതാക്കുന്ന നടപടികളിൽ പാകിസ്ഥാൻ അടുത്തെത്തിയപ്പോൾ ഇന്ത്യ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയാണെന്ന് മുനീർ ആരോപിക്കുകയും ചെയ്തു. മുനീർ കാശ്മീരിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും പ്രസംഗത്തിന്റെ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ നിയമവിരുദ്ധമായ അധിനിവേശത്തിനെതിരെ പോരാടുന്ന നമ്മുടെ കാശ്മീരി സഹോദരങ്ങളുടെ ത്യാഗങ്ങൾ നാം ഓർക്കണമെന്നാണ് മുനീർ പറഞ്ഞത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾക്കും കാശ്മീരി ജനതയുടെ അഭിലാഷങ്ങൾക്കും അനുസൃതമായി കാശ്മീർ വിഷയത്തിന് നീതിയുക്തമായ പരിഹാരം കാണുന്നതിന് പാകിസ്ഥാൻ ശക്തമായി വാദിക്കുന്നുവെന്നും മുനീർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ പിന്തുണയോടെ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മുനീർ കാശ്മീർ വിഷയത്തിൽ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയിരുന്നു. കാശ്മീർ ഇസ്ലാമാബാദിന്റെ പ്രധാന ധമനിയാണെന്നായിരുന്നു അദ്ദേഹം വിദേശത്തുള്ള പാകിസ്ഥാൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. മുനീറിന്റെ ഈ പ്രസ്താവന പുറത്തു വന്ന് ഒരാഴ്ച തികയും മുൻപാണ് പാക് പിന്തുണയോടെ ഭീകരർ കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയത്. ഇനി ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉടനടി ഉണ്ടായാൽ ഇന്ത്യ മറ്റൊന്നും നോക്കാതെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് നേതാക്കൾക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ കരുത്തറിയാൻ കഴിഞ്ഞു. ഇനി അതിലും ശക്തമായിട്ടാകും കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഇന്ത്യയെ പ്രകോപിപ്പിക്കാതിരുന്നാൽ അത് പാകിസ്ഥാന് കൊള്ളാം, ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും കൂട്ടിച്ചേർക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.